എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് വളരെ പെട്ടെന്ന് തന്നെ അടുക്കളപ്പണികൾ തീർക്കാനുള്ള പുതിയ പുതിയ അറിവുകളാണ് ദിവസവും യൂട്യൂബിലൂടെ നമ്മൾ കാണുന്നതും ഓരോ വീട്ടമ്മമാരും കണ്ടുപിടിക്കുന്നതും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും. അതുപോലൊരു ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. വെളുത്തുള്ളി കുറച്ചധികം വാങ്ങി വെക്കുന്ന സമയത്ത് വെറുതെ തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാതെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് വെക്കുന്നത് നമുക്കൊക്കെ അടുക്കളയിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. 1/2 കിലോ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി തൊലി കളഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, വെളുത്തുള്ളിക്ക് ചിലവ് കുറയുന്ന സമയത്ത് നമ്മൾ എടുക്കാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ മുളച്ച് വരിക പതിവാണ്. പക്ഷെ കുറച്ചധികം വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കഴുകിയെടുത്ത വെളുത്തുള്ളി നമ്മളിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ വെളുത്തുള്ളി ചതച്ച് മിക്സിയിൽ അരച്ചോ അല്ലെങ്കിൽ ചതച്ചോ നിങ്ങളെടുത്ത് ഇത് സൂക്ഷിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അതിൻ്റെ മണവും ഗുണവും നഷ്ടപ്പെടും. അതിലും ഭേദം ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു മാറ്റവും വരത്തില്ല. അതിൻ്റെ മണവും ഗുണവും അതുമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന പാചകത്തിനാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പാണ് എൻ്റെ കയ്യിൽ ഉപ്പ് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉപ്പ് പൊടി ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഉപ്പ് കല്ല് നന്നായിട്ട് കലക്കിയതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഉപ്പ് കല്ല് നമ്മൾ കലക്കുമ്പോൾ നല്ല ഉറയായിരിക്കണം. ഒരുപാട് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്താൽ നല്ല ഉറയുള്ള ഉപ്പ് കിട്ടും. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കണം. നന്നായിട്ട് തിരുമ്മിയെടുത്ത് ഒരു 5 മിനിറ്റ് നമ്മളിതുപോലെ കൈകൊണ്ട് തിരുമ്മിയെടുത്ത് കഴിഞ്ഞാൽ ആ ഉപ്പെല്ലാം ഇതിലേക്ക്, ഉപ്പും മഞ്ഞളും ആ ഒരു മുളകിൻ്റെ ഇതെല്ലാം ഈ വെളുത്തുള്ളിയിലേക്ക് പിടിക്കും. അതിന് ശേഷം വേണം നമ്മൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ നല്ല വെയിലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഒരു നല്ല വെയിലുണ്ടെങ്കിൽ 3-4 വെയിൽ കൊണ്ടാൽ മതിയാകും. എത്രത്തോളം വെയിൽ കൊള്ളുന്നോ അത്രത്തോളം വെയിൽ കൊണ്ട് അത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു ട്രേയിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു ട്രേയിലാണ് ഞാൻ ഉണക്കാനായിട്ട് വെക്കുന്നത്. വെളുത്തുള്ളി ഇടുമ്പോൾ നിങ്ങൾ കൂട്ടി ഇടാതെ നിരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് ഉണങ്ങിക്കിട്ടും. പിന്നെ വെയിലത്ത് വെക്കുന്ന സമയത്തും വളരെ കെയർഫുൾ ആവുക. കാരണം ഇതിൻ്റെ മുകളിലായിട്ടൊരു നെറ്റോ എന്തെങ്കിലുമൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം പൂച്ചയോ കാക്കയോ അല്ലെങ്കിൽ പ്രാക്കളോ എല്ലാം വന്ന് കൊത്തിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പേസ്റ്റാക്കിയോ ചതച്ചോ നിങ്ങളിതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെയിൽ കൊള്ളുമ്പോൾ തന്നെ അതിൻ്റെ മണവും ഗുണവും എല്ലാം നശിച്ചു പോകും. അപ്പം നമ്മൾ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് തിരുമ്മി വെച്ച വെളുത്തുള്ളി നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് ആ കൈ കൊണ്ട് തന്നെ തിരുമ്മുമ്പോൾ അത് പൊടിയും. ആ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഇട്ട് വെച്ചാൽ മതി. കാരണം കൂടുതലും നമ്മൾ ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ മിക്സി പെട്ടെന്ന് ചൂടായി പോവില്ലേ. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാൻ പറയുന്നത്. കാരണം കുറേശ്ശെ ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ മിക്സി ചൂടാവത്തുമില്ല. നമുക്കത് പെട്ടെന്ന് തന്നെ ഒരു ഡബ്ബയിൽ അടച്ച് വെക്കുകയും ചെയ്യും. കാരണം അല്ലെങ്കിൽ അത് ചൂട് പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡബ്ബയിലൊക്കെ ഇട്ട് വെക്കുക. അപ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് മണമൊക്കെ അങ്ങ് പോയില്ലേ. അപ്പോൾ ആ മണം അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മളൊരു ബോട്ടിൽ ഇട്ട് വെക്കാനായിട്ട് പറയുന്നത്. ഇപ്പം ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് വെളുത്തുള്ളിയും നമുക്കൊരു ടിപ്പായി. നമ്മുടെ കിച്ചണിൽ നല്ലൊരു യൂസ്ഫുള്ളായൊരു ടിപ്പായില്ലേ. അപ്പോൾ ഇതുപോലുള്ള ടിപ്പുകളാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്. അറിയുന്നവർ ഇതുപോലുള്ള കിച്ചൺ ടിപ്സുകളൊക്കെ പറഞ്ഞു തന്നാൽ നമുക്കെല്ലാവർക്കും അതൊരു ഉപകാരമായി മാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് കൂടി പുതിയ ടിപ്സുകൾ ഇതുപോലെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു
ഉപകാരമുള്ള ഒരു വീഡിയോകൾ തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത്, ചതച്ചൊരിക്കലും നിങ്ങൾ അതുപോലെ ചെയ്യരുത്. അതിൻ്റെ മണമെല്ലാം പോകും. വെയിലത്ത് വെച്ചും കൂടി നമ്മൾ ഉണക്കി കഴിയുമ്പോൾ അതിൻ്റെ മണവും ഗുണവും എല്ലാം പോകും. പിന്നെ അത് വെറും ഒരു പൊടി മാത്രമായിട്ട് കുറച്ചൊക്കെ ഉണ്ടാകും. കുറച്ച് നാളത്തേക്ക് മാത്രമേ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവത്തുള്ളൂ. അത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ പോകും. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ബാക്കി കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും, കാരണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾ, പിന്നെ കുറേ അല്പം മുളക് പൊടിയും കൂടി ചേർത്താണ് നമ്മളിത് ഉണക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് നാൾ നിൽക്കും കേട്ടോ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ആ ഒരു ഇത് പോകാൻ ചാൻസ് ഉണ്ട്. വെറുതെ നമ്മൾ ചതച്ച് അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഉണക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ഇരിക്കും. അത് ഫ്രിഡ്ജിൽ ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു മാസത്തേനൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്തായാലും നമുക്കിതുപോലെ വെക്കാം. കാരണം ഇത് നന്നായിട്ട് ഉണങ്ങിയെടുത്തതല്ലേ. അതുകൊണ്ട് ഇതും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുകൊണ്ട് ഇത് ഞാൻ കഴിഞ്ഞ മാസം ഞാൻ പൊടിച്ച് വെച്ചതാണ്. നോക്കൂ, കണ്ടോ, ഒരു കുഴപ്പമില്ല. ഭയങ്കര സ്മെല്ലാണത്, നല്ല മണമാണ് കേട്ടോ. നോക്കി, ഇതിൻ്റെ കളർ തന്നെ കണ്ടോ, അത്ര ഫ്രഷായിട്ടിരിക്കുന്നത്. നോക്ക്, ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പുതിയ പുതിയ ഓരോരോ ടിപ്സുകളും ഐഡിയാസുകളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് അതൊക്കെ ഒരു ഉപകാരമാകും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.